ഹലോ, ഇന്നത്തെ വീഡിയോ നമുക്ക് യൂട്യൂബ് ഷോർട്സ് എങ്ങനെ ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ യൂട്യൂബിൽ പോയിട്ട് പ്ലസ് എന്ന സിമ്പിൾ അമർത്തുക. ഞാനിവിടെ സോങ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ആഡ് സൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് സോങ്സ് ആണിത്. അതിലൊരെണ്ണം സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് താഴെ ലെഫ്റ്റ് സൈഡിൽ ആഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏത് ഷോർട്സ് ആണോ ഇടുന്നത് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡൺ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഷോർട്ട് വീഡിയോ പ്രോസസ്സിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ കാണിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഷോർട്ട് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ രീതിയിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് വ്യൂസ് കൂടാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടാനും ചാൻസ് കൂടുതലാണ്. പ്രോസസ്സിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടിക്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതിൽ നെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അടുത്തത് നമുക്ക് ഈ ഷോർട്ട് വീഡിയോയ്ക്ക് നല്ലൊരു ക്യാപ്ഷൻ കൊടുക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ 2-3 ഹാഷ്ടാഗ്സും കൊടുക്കാം. ഞാനിവിടെ 3 ഹാഷ്ടാഗൊക്കെ കൊടുക്കുന്നുള്ളൂ. ഷോർട്ട് വീഡിയോസിന് പ്രധാനമായും കൊടുക്കേണ്ട ഹാഷ്ടാഗ്സ് ഒക്കെയാണ് ഷോർട്സ്, ഷോർട്ട് ഫീഡ്സ് അങ്ങനെയൊക്കെ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ക്രാഫ്റ്റ് വീഡിയോയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ഹാഷ്ടാഗ്സാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ഷോർട്ട് വീഡിയോയാണോ ഇടുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഹാഷ്ടാഗ്സ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ ഈസി ഷോർട്സ് അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഷോർട്ട് വീഡിയോയിലായാലും ലോങ് വീഡിയോയിലായാലും ഏറ്റവും നിർബന്ധമായി കൊടുക്കേണ്ടതാണ് തംബ്നെയിൽ. അതിനായിട്ട് മേലെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പെൻസിലിൻ്റെ ഐക്കൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇഷ്ടമുള്ള തംബ്നെയിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു തംബ്നെയിലാണ് വെച്ച് കൊടുക്കുന്നത്. എന്നതിന് ശേഷം ടിക്ക് എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കാം. എന്നതിന് ശേഷം വിസിബിലിറ്റി പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അൺലിസ്റ്റഡ് ആക്കി കൊടുക്കുക. എന്നതിന് ശേഷം സെലക്ട് ഓഡിയൻസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നോ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ക്രോമിൽ പോയതിന് ശേഷം യൂട്യൂബ് സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് ഓപ്പൺ ആവും. എന്നിട്ട് ടോപ്പിൽ ലെഫ്റ്റ് സൈഡായിട്ട് കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഷോർട്സിൽ പോവുക. അതിനുശേഷം അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഷോർട്ട് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഷോർട്സിന് നല്ലൊരു ഡിസ്ക്രിപ്ഷനും കൊടുക്കണം. ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഹാഷ്ടാഗ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് പോലെയാണ് ഡിസ്ക്രിപ്ഷനിലും ഏകദേശമൊക്കെ കൊടുത്തിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഷോർട്സ്, വൈറൽ ഷോർട്സ്, ഷോർട്ട് ഫീഡ്സ് അങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഹാഷ്ടാഗ്സ്. ഞാനൊരു 3 ഹാഷ്ടാഗ്സൊക്കെയാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ എടുക്കുന്ന വീഡിയോസ് എല്ലാം ക്ലിയറോടുകൂടിയും ക്ലാരിറ്റിയോടുകൂടിയും എടുക്കണം. എന്നാലേ എല്ലാവർക്കും കാണാൻ തോന്നുള്ളൂ. പിന്നെ നമ്മൾ നല്ലൊരു തംബ്നെയിൽ കൊടുക്കണം. എന്നാലേ മറ്റുള്ളവർ നമ്മുടെ വീഡിയോസ് എല്ലാം നോക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞു എന്ന് വെച്ചാൽ സേവ് ചെയ്യണം. സേവ് ചെയ്യുക എന്നുള്ളത് പലർക്കും മറന്നു പോണ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ പറഞ്ഞത്. ഈ സേവ് എന്നുള്ള ഓപ്ഷൻ ടോപ്പിലായിട്ട് റൈറ്റ് സൈഡിലാണ് ഉള്ളത്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അൺലിസ്റ്റഡിൽ നിന്ന് പബ്ലിക് ആക്കണം. ഇത് നമുക്ക് 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആക്കിയാലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആക്കാം.
നമ്മുടെ ഷോർട്സ് പബ്ലിക് ആക്കാനായിട്ട് വിസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് പബ്ലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡൺ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.